ഹലോ, ശർക്കര ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബബിൾ ടീ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സാബുദന എന്നൊക്കെ വിളിക്കുന്ന സാഗോ സീഡ്സ് ഉണ്ടല്ലോ, അതൊരു 3 മണിക്കൂർ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചായ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ട് അതൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. സാധാരണ ശർക്കരയ്ക്ക് പകരം ഷുഗറോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഗോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോബയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചൂടാറിയതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആദ്യം തന്നെ ബോബയുടെ മിക്സ് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയും നല്ല തണുത്ത കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബബിൾ ടീ ഇവിടെ റെഡിയാണ്. സത്യം പറയാലോ, ബബിൾ ടീ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരെ കണ്ടു. ആ കൂട്ടത്തിലാണ് ഞാനും. പക്ഷെ എന്റെ മോനക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് ബബിൾ ടീ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ.